ഇവരെല്ലാവരും രേണുണ്ടാക്കുന്ന ആകെ മാന്തിയ കൈ കൊണ്ട് ചപ്പാത്തി കുഴച്ച് ആ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമില്ലേ? നിങ്ങൾ തന്നെ പറ. അപ്പൊ അതായത് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ഇന്നേ വരെ തലമുടി കുളിച്ചിട്ടില്ല അത്രേ. ഞാൻ മേല് കഴുകും, തല കുളിക്കും. അപ്പൊ 100 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 100 ദിവസം തല കഴുകാതെ നിൽക്കും ഈ മനുഷ്യത്തി. എനിക്ക് പേനാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇനി വരാൻ പോകുന്നത് ചൊറി ചരങ്ങാണോ എന്ന് ചിലപ്പോ പറയാനായിട്ട് പറ്റില്ല. അപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഞാൻ എന്തിനാണ് ഇത് കാണിച്ചതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുധിയുടെ തലയില് പേനാണ്. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് രേണുസുധി ഇത് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരണ്ടേ? അപ്പൊ അതാണ് ഞാനിപ്പോ തുടക്കം തന്നെ കാണിച്ചു തന്നത്. അപ്പൊ ഇവിടുത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്, ബിഗ് ബോസ് വീട്ടിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്ന് പറയുന്നത് രേണുസുധിയുടെ തലയിലെ പേനാകുന്നു മക്കളെ. അപ്പോൾ ഈ പേൻ കണ്ടന്റിനെ കുറിച്ചുള്ള വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് തെളിവുകളൊക്കെ നേരത്തെ വെച്ച് വേണം സംസാരിക്കാനായിട്ട്. അപ്പൊ അതിന് വേണ്ട വീഡിയോ ക്ലിപ്പിംഗ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇതിനുള്ളിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാവില്ല. അപ്പൊ അറിയാത്തവർക്കായിട്ട് ഞാൻ തുടക്കം തന്നെ കാര്യം പറഞ്ഞുതരാം. നമ്മുടെ ബിഗ് ബോസ് ഇന്നൊരു ടാസ്ക് കൊടുത്തു, വൃത്തിയുള്ളവരും വൃത്തിയില്ലാത്തവരും അവരെ കുറിച്ച് പറയാനായിട്ട്. അതായത് ഏറ്റവും വൃത്തിയുള്ളത് ആർക്കാണ്, ഏറ്റവും വൃത്തിയില്ലാത്തത് ആർക്കാണ് എന്ന് പറയാനുള്ള ഒരു ടാസ്ക് കൊടുത്തു. നമ്മുടെ അനുമോൾ അങ്ങ് പണി പറ്റിച്ചു കളഞ്ഞു. അനുമോൾ അങ്ങ് പറഞ്ഞു കഴിഞ്ഞു, ഈ വീട്ടിലെ രേണുസുധി ചേച്ചിക്ക്, അതായത് രേണു ചേച്ചിക്ക് ഒട്ടും വൃത്തിയില്ല, കുളിക്കില്ല, തലയിൽ നിറയെ പേനാണ്, ഫുൾ ടൈം ചൊറിഞ്ഞുകൊണ്ട് നടക്കും എന്ന് പറഞ്ഞു. സംഭവം ഞാനൊന്ന് കാണിച്ചു തരാം. ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പേനൊക്കെ വന്ന് എന്റെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പൊ കുളിക്കുന്നില്ല എന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സംഭവം കണ്ടല്ലോ. ഇതാണ് അനു പറഞ്ഞു. അനു പറഞ്ഞതിൽ എനിക്ക് തെറ്റി പറയാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ഇല്ല കാര്യമില്ല, അനുവിന് പറയാനായിട്ട് പറ്റുള്ളൂ. അനു അതങ്ങ് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് പിന്നെ അങ്ങ് പുകിലായി മാറിയില്ലേ? പിന്നെ അവിടുന്ന് അങ്ങ് എന്തൊക്കെയാ സംഭവിച്ചത്? രേണുവിന്റെ ഒപ്പം നിൽക്കാൻ കുറച്ചു പേര്, അനുവിനെ ചോദ്യം ചെയ്യാനായിട്ട് കുറച്ചു പേര് അനുവിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നു, നിങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾ അങ്ങനെ തലയിൽ പേൻ കണ്ടിട്ടുണ്ടോ, പേൻ എടുത്തു കൊടുത്തിട്ടുണ്ടോ എന്നായി അനീഷിന്റെ ചോദ്യം. ആ സമയത്ത് നമ്മുടെ അനുമോള് അവിടെ സത്യം പറയല്ലാതെ വേറെ വഴിയില്ലല്ലോ. സത്യം പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് അവിടെ അനുമോള് അനീഷിന്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. കണ്ടു നോക്ക്. എടുത്തു കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ വേറൊരാൾ കണ്ടു കഴിഞ്ഞാൽ അയാളെ കൊണ്ട് എടുപ്പിക്കാൻ ഞാൻ എടുത്തു കൊടുത്തു. കാരണം എനിക്ക് ചേച്ചി വർഷമായിട്ട് അറിയാവുന്നതല്ലേ. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് എടുത്തു കൊടുക്കുന്നത്. സംഭവം മനസ്സിലായില്ലേ? അപ്പൊ അനുമോള് ഇത് എല്ലാവരുടെ അടുത്തും മുന്നിൽ വെച്ച് പറഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരുപാട് പേര് കുറ്റം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രേണു പറയുന്നത്, എന്നോട് പേഴ്സണൽ ആയിട്ട് പറയായിരുന്നില്ലേ, ഇതിങ്ങനെ എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയേണ്ട ആവശ്യകതയുണ്ടായിരുന്നോ എന്നാണ് രേണുവിന്റെ അവിടുത്തെ വിഷമം എന്ന് പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അവിടെ പേഴ്സണൽ ആയിട്ട് പലതവണ അനുമോള് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്, പലതവണ തലയിൽ നിന്ന് എടുത്തു കൊടുത്തിട്ടുണ്ടെന്നും അനുമോള് പറയുന്നുണ്ട്. ഇനി അത് നമുക്കങ്ങ് മാറ്റി നിർത്താം. ഈ ഒരു സംഭവം ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ലൈവ് കണ്ടവർക്കറിയാം സരിക അവിടെ ഇരുന്ന് സംസാരിച്ച കാര്യം. കലാഭവൻ സരികയും കുറച്ചു പേരും അവിടെ ഇരുന്നിട്ട് രേണുസുധിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ടായിരുന്നു. രേണുസുധി ഫുൾ ടൈം തല ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നതിന്റെ ആക്ഷൻ ഒക്കെ കാണിച്ചുകൊണ്ടാണ് കലാഭവൻ സരിക അവിടെ പറഞ്ഞത്. ഇതെല്ലാവരും കണ്ടു, ലോകം മൊത്തം കണ്ടു. ഇവിടെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാവരും കണ്ടു. അവർ ഒരുമിച്ചിരുന്നിട്ട് രേണുവിന്റെ അടുത്തല്ലാതെ പറഞ്ഞത്, അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കളിയാക്കി ചിരിക്കുകയായിരുന്നു. കലാഭവൻ സരികയും അക്ബർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും അവിടെ കളിയാക്കി ചിരിക്കുകയായിരുന്നു രേണുസുധീനെ. അപ്പോ ഇതിനെ കുറിച്ചൊന്നും രേണുസുധിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കില്ലേ ഇപ്പൊ അനുമോള് പറഞ്ഞത് മാത്രം പ്രശ്നമായിട്ട് തോന്നിയത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള കാര്യം. ഇനിയിപ്പോ അനുമോള് പേഴ്സണൽ ആയിട്ട് പറഞ്ഞാലും ഇതൊരു ബിഗ് ബോസ് വീടാണ്. ബിഗ് ബോസ് വീട്ടിലെ കണ്ടന്റ് എന്ന് പറയുന്നത് ലൈവിൽ കാണിച്ചു കഴിഞ്ഞാൽ മുഴുവൻ പുറത്തു പോകും. എപ്പിസോഡിൽ ചിലപ്പോൾ വന്നൊന്നും വരില്ല, ലൈവില് മുഴുവൻ കണ്ടന്റ് പുറത്തേക്ക് പോകും. അപ്പൊ ഇതൊക്കെ പ്രേക്ഷകർ അറിയും, ആ വീട്ടിനുള്ളിലുള്ളവർ അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു വീട്ടിൽ 19 പേര് 18 പേര് ഇരിക്കുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പറയും. അപ്പൊ അതെല്ലാവരും അറിയും. അതിലറിയാത്തവരാരുമില്ല. രേണുസുധി കേൾക്കേ പറയില്ല, രേണുസുധി കേൾക്കാതെ പറയും എന്ന് മാത്രം. അവിടെ അത്രേ സംഭവിക്കുള്ളൂ. അവിടെ പരസ്യമായി പറഞ്ഞ് എന്നെ അപമാനിച്ച് എനിക്ക് ഇപ്പൊ വീട്ടിൽ പോകണം, എനിക്കിനി ഇവിടെ നിൽക്കണ്ട, എനിക്ക് എന്റെ തലയിൽ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ വെച്ചതുകൊണ്ട് എനിക്ക് കുളിക്കാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് ഹെയർ എക്സ്റ്റൻഷൻ ഞാൻ വെച്ചതുകൊണ്ട് കുളിക്കാൻ പറ്റാത്തത് കൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടൊക്കെയാണ് തലയിൽ ഇങ്ങനെ വന്നത്, അതുകൊണ്ട് ബിഗ് ബോസ് എന്നെ പ്രത്യേകിച്ച് വേഗം തന്നെ വീട്ടിൽ വിടണം എന്നൊക്കെ ക്യാമറ നോക്കി കരയുന്ന രേണുസുധിയെ കണ്ടു. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അനുമോള് തന്നെ പറയുന്നുണ്ട് ഇവിടെ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചിട്ടുള്ളത് രേണു ചേച്ചി മാത്രമല്ല, വേറെ ഈ 2 പേര് വെച്ചിട്ടുണ്ടെന്ന്. ആരൊക്കെയാണെന്നല്ലേ നോക്ക്. ബാക്കി 2 പേരുണ്ട്, ജിസയിലും പിന്നെ സരിക ചേച്ചി.
പുള്ളിക്കാരി തല എക്സ്റ്റൻഷൻ ആ സെയിം എക്സ്റ്റൻഷനാണ് വെച്ചിരിക്കുന്നത്. പക്ഷെ അവൾ തല കഴുകുന്നുണ്ട്. ഇത് ഇവിടുന്ന് തന്നെ ഷാമ്പൂട്ട് കഴുകിയാൽ മാത്രം ജിസയിൽ വെച്ചിട്ടുണ്ട്, കലാഭവൻ സാരിക വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഹെയർ എക്സ്റ്റൻഷൻ അവിടെ വെച്ചിട്ടുണ്ട്. രണ്ടുപേരും വെച്ചിട്ടുള്ളത് രേണുസുധിയുടെ പോലത്തെ സെയിം ഹെയർ എക്സ്റ്റൻഷൻ ആണ്. പക്ഷേ അവര് ഡെയിലി കുളിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ രേണുസുധിയാണ് കുളിക്കാത്തതിന്റെ പ്രശ്നം വരുന്നത്. അപ്പൊ രേണുസുധിക്ക് എന്താ തല കുളിക്കാനായിട്ട് പറ്റത്തില്ലേ? ഞാൻ മേല് കഴുകാറുണ്ട്, തല മാത്രമാണ് കുളിക്കാത്തതുള്ളൂ. അത് ഞാൻ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതുകൊണ്ടാണ് തല കുളിക്കാത്തത് അത്ര. അത് ഞാൻ അങ്ങ് സമ്മതിച്ചു തരില്ല കേട്ടോ. കാരണം ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചു കൊടുത്ത ആ വ്യക്തി ഉണ്ടല്ലോ, റോമ കോസ്മെറ്റിക്സ്, അവർ തന്നെ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഞങ്ങൾ തല കുളിക്കില്ല, ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം മറ്റുമാണ് തല കുളിക്കുള്ളൂ, അല്ലാതെ ഞാൻ തല കുളിക്കില്ല എന്ന് അവിടെ ഹെയർ എക്സ്റ്റൻഷന് പോയ സമയത്ത് രേണുസുധി അവിടെ പറഞ്ഞപ്പോ അവര് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെയിലി തല കുളിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ തലയിൽ താരനും പേനും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ അടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 5 days ഒരു പ്രാവശ്യം ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത്. പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം, എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക, പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ്, ലൈസ്, പെയിൻ ഇതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില്, ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല പറഞ്ഞത്. അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട്, പെയിനായിട്ടുണ്ട്. ഇപ്പൊ സംഭവം മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഹെയർ എക്സ്റ്റൻഷൻ വെക്കുന്ന സമയത്ത് തന്നെ അവര് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇല്ലെങ്കിൽ പാൻ വരും എന്നുള്ളത്. ഇപ്പോൾ അവര് തന്നെ പറയുന്നു രേണുസുധിയുടെ തലയിൽ നിറച്ച് പാൻ ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോ ബിഗ് ബോസ് വീടിനുള്ളിൽ അവർക്ക് അത് പറയാനുള്ള നാണക്കേട് കൊണ്ട് അവര് മുടിയൂരി പോകുന്നു, കറുത്ത പൊടി പോലെ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ പിടിച്ചു നിൽക്കാനുള്ള ശ്രമമായിരുന്നു രേണു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെയുള്ളത് പെണ്ണുങ്ങൾ തന്നെയല്ലേ, ഒരുമിച്ച് കിടന്നുറങ്ങുന്നവരും ഒരുമിച്ച് അവിടെ ഉള്ളവരല്ലേ. അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അറിയാണ്ടിരിക്കും. പ്രത്യേകിച്ച് തലേന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അതൊക്കെ അനു പലതവണ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ അനുവിനെ കാണുന്ന സമയത്ത് സ്വാഭാവികമായി തോന്നും, നമുക്കൊരു അറപ്പും വെറുപ്പൊക്കെ തോന്നിപ്പോവും. പ്രത്യേകിച്ച് കുളിക്കാത്തത് കൊണ്ടാണ് എന്നൊരു തോന്നല് വരുമ്പോൾ തന്നെ അവിടെ രേണുസുധി തന്നെ ഇന്ന് കരഞ്ഞുകൊണ്ട് പറയാണ്, എന്റെ അടുത്ത് നിന്ന് പലരും മാറിക്കിടന്നു, പക്ഷെ അത് ഇതാണ് കാരണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അവർക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കരയുന്ന രേണുസുധിയെ ഞാൻ കണ്ടു. നോക്ക്. അങ്ങനെ ഹൈജീൻ കണ്ടിയാണ് നമ്മള് കേട്ടില്ലേ? അപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത് നിന്ന് മാറിക്കൊടുക്കും. ഒരാൾക്ക് വൃത്തിയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ആളുടെ അടുത്ത് ബെഡ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ആരെങ്കിലും ഇഷ്ടപ്പെടും? പ്രത്യേകിച്ച് തല നിറച്ച് പുഴുത്തിരിക്കാൻ പേനൊക്കെ ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും അവിടെ വന്ന് കെടുക്കില്ല. കാരണം അവരുടെ തലയിലേക്ക് കൂടി അത് വരും. അതെന്താ വെച്ചാൽ 100 ദിവസം അവിടെ നിൽക്കാനായിട്ട് വന്നിട്ടുള്ള മത്സരാർത്ഥികളാണ്. അപ്പൊ ഒരാൾ അങ്ങനെ വൃത്തിയില്ലാതെ ഹൈജീൻ ഇല്ലാതെ ഒക്കെ പെരുമാറുന്ന സമയത്ത് അവർക്കത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. അവർക്ക് കൂടെ കിടക്കാനായിട്ട് അറപ്പും വെറുപ്പും തോന്നും. അത് തന്നെയാണ് സ്വാഭാവികമായും അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അവര് രേണുസുധിയുടെ അടുത്ത് നിന്ന് മാറിക്കിടന്നു പലരും. അപ്പൊ ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് രേണുസുധിക്ക് സാധിച്ചില്ല. അവരാരും തുറന്നു പറയാനുള്ള ധൈര്യവും കാണിച്ചില്ല. അല്ലെങ്കിൽ രേണുവിന്റെ അടുത്ത് അവരത് പറഞ്ഞു മനസ്സിലാക്കണമായിരുന്നു. ഇവിടെ ഇത് തുറന്നു പറയാനായിട്ട് ധൈര്യം കാണിച്ചത് അനുവാണ്. അത് മൂത്ത് നോക്കി പറയുകയും ചെയ്തു. ഇപ്പൊ പറഞ്ഞതായി പ്രശ്നം എന്നുള്ളതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ കിച്ചണിലൊക്കെ നിന്ന് തല മാന്തിയും ചൊറിയും ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അരിയുന്ന സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതിങ്ങനെ കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര വൃത്തികേടായിരിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, അനു തന്നെ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കിച്ചണിൽ നിന്ന് ഈ തല മാന്തിയിട്ട് ചൊറിഞ്ഞിട്ട് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നി എന്നുള്ളത്. നോക്ക്. മിക്കവരോട് കാണുന്നതാണ് കിച്ചന്റെ ഭാഗത്ത് വരുമ്പോഴും അവിടെയും ഇവിടെ നിൽക്കുമ്പോ എപ്പോഴും തല കിടന്ന് ഈ പേര് കിടക്കുന്നത് ഇങ്ങനെ ചൊറിയുന്നുണ്ട്. കേട്ടില്ലേ നിങ്ങൾ? അപ്പൊ കിച്ചണിൽ നിന്ന് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെടും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അത് തുറന്നു പറയാനുള്ള ധൈര്യം കാണിച്ചത് അനുമോളാണെന്ന് മാത്രം. അതിനവിടെ കരഞ്ഞ് പിരിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന രേണുസുധിനെ കാണാനായിട്ട് സാധിച്ചു. 2 ആഴ്ച സെറ്റി ടാങ്ക് ആയിരുന്നു കണ്ടന്റ് എന്നുണ്ടെങ്കിൽ ഇനിയത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് തല നിറയെ പേൻ, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പേര് നമുക്ക് ഇടേണ്ടി വരും. അപ്പോ തല നിറയെ പുഴുത്ത പേനോ അങ്ങനെ എന്തെങ്കിലും പേരിടേണ്ടി വരും. ഞാൻ ഒരാളെ കളിയാക്കിയതല്ല. അപ്പൊ നമുക്കറിയാം, സ്വാഭാവികമായിട്ട് അറിയാം, നമുക്ക് ഇതൊക്കെ തലയിൽ വന്നു പോകുന്നതാണ്. പക്ഷെ വൃത്തിയില്ലായ്മ കൊണ്ട് വരുന്നതിന് നമുക്ക് ആ വ്യക്തിയെ മാത്രമേ നമുക്ക് കുറ്റം പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇങ്ങനെ ഹെയർ എക്സ്റ്റൻഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അത്ര
അത്രയും കെയർഫുൾ ആയിട്ട് വേണം അത് നോക്കാനായിട്ട്. അത് വൃത്തിയിൽ കുളിച്ച് അതുപോലെ ചെയ്യുകയും വൃത്തിയാക്കി കൊണ്ട് നടക്കാൻ പറ്റണം. അത് പറ്റാത്തത് അത് ചെയ്യരുത്. ഇനി കുളിച്ചില്ലെങ്കിൽ പോലും വൃത്തി ഉണ്ടാവണ്ടേ? അവർക്ക് വൃത്തി ഉണ്ടെന്ന് തോന്നുന്നില്ല, കുളിക്കൊന്നുമില്ല, വൃത്തിയുമില്ല. ഇവരൊക്കെ എങ്ങനെയാണ് കിച്ചണിൽ കയറ്റുക? നിങ്ങളൊക്കെ അവരുണ്ടാക്കി വെച്ചുണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞു എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞുകൊണ്ട് ചിലർ വരാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞ് ഇങ്ങനെ കൈ കൊണ്ട് എടുത്ത് മുട്ടയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് എന്നിട്ട് അതുകൊണ്ട് കയ്യിലിട്ട് ഇളക്കുന്നു, അതുകൊണ്ട് ഭക്ഷണം തരുന്നു. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കൂ? അല്ല, നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റൂ? അത് എല്ലാവർക്കും വൃത്തി എന്ന് പറയുന്നത് വേണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. ചിലർ ഭയങ്കര ഓവർ വൃത്തിയായിരിക്കും. പക്ഷേ സാമാന്യം ഒരു ഭേദപ്പെട്ട നിലയിലെങ്കിലും വൃത്തി വേണ്ടേ? ഈ കാട്ടായങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ജന്മത്തെ സമ്മതിയില്ല കേട്ടോ. കഴിഞ്ഞ വർഷം അല്ലറ ചില്ലറ കാര്യങ്ങൾ അവിടെ ജാസ്മിൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അനുഭവിച്ചിട്ടുള്ളത് ചെറുതൊന്നുമല്ല. അപ്പൊ ഈ രേണുവിനെ കിച്ചണിൽ കയറ്റി കഴിഞ്ഞ് ഇവരെല്ലാവരും രേണു ഉണ്ടാക്കുന്ന ആകെ മാന്തിയ കൈ കൊണ്ട് ചപ്പാത്തി കുഴച്ച് ആ ചപ്പാത്തിയൊക്കെ പരത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കഴിക്കുമില്ലേ? നിങ്ങൾ തന്നെ പറ. അപ്പൊ ഇത് തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അവർക്ക് തുറന്ന് പറഞ്ഞേ പറ്റൂ, പറയാതെ പറ്റില്ല. അങ്ങനെയെങ്കിലും രേണു ഒന്ന് കുളിക്കട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് കാണട്ടെ എന്ന്. അതായത് ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ വന്നിട്ട് ഇന്നേ വരെ തലമുടി കുളിച്ചിട്ടില്ല അത്രേ. ഞാൻ മേല് കഴുകും, തല കുളിക്കും. അപ്പൊ 100 ദിവസം അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ 100 ദിവസം തല കഴുകാതെ നിൽക്കും ഈ മനുഷ്യത്തി. എങ്കിൽ പിന്നെ മുടി കെട്ടി വെക്കൂ. അതുമില്ല, ഫുൾ ടൈം അഴിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ടിട്ട് ആക്കി ഇങ്ങനെ ഇരിക്കും. അപ്പൊ തല കുളിക്കത്തൂല്ല, മുടി കെട്ടി വെക്കത്തൂല്ല. അപ്പൊ ഇത് കാണുന്നവർക്ക് ഇറിറ്റേഷൻ വരാതിരിക്കൂ? നിങ്ങൾ തന്നെ പറ. ഇനി ഇപ്പൊ ഈ കണ്ടന്റ് വെച്ചുകൊണ്ട് ചിലപ്പോൾ കുറേ ദിവസം ഓടാന്ന് രേണുസുതി വിചാരിക്കും. ഷോ എന്നെ അനുമോൾ ഇങ്ങനെ പറഞ്ഞു, എനിക്കിനി ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണ്ട, എന്നെ പുറത്തേക്ക് വിട് ബിഗ് ബോസേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കണ്ടന്റ് വെച്ചുകൊണ്ട്. പക്ഷെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇനി പൊക്കി പിടിച്ചുകൊണ്ട് വരാണെന്നുണ്ടെങ്കിൽ സ്വയം നാറെയുള്ള എന്റെ രേണുസുതി എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. കാരണം ഇത്രയും മോശപ്പെട്ട രീതിയിലാണ് ഇപ്പൊ ഈ കണ്ടന്റ് പുറത്തു വന്നിട്ടുള്ളത്. ഒരുപാട് പേര് പറയും സ്വാഭാവികമായി എല്ലാവരുടെ തലയിൽ ഉണ്ടാവുന്ന കാര്യമാണ്. സ്ത്രീകളുടെ തലയിലുണ്ടാവും, ആണുങ്ങളുടെ തലയിലുണ്ടാവും, കുട്ടികളുടെ തലയിലുണ്ടാവും, ഒക്കെ ഉണ്ടാവുന്ന കാര്യമാണെന്ന്. പക്ഷേ ബിഗ് ബോസ് പോലുള്ള ഒരു വീട്ടില് പലരും പല വീട്ടിൽ നിന്ന് വന്ന് പല ഇതിൽ നിന്ന് വന്ന് എല്ലാവരോട് യോജിച്ച് കഴിയുന്ന ആൾക്കാരാണ്. അവർക്കിടയിൽ ഇത് സംഭവിക്കുന്ന സമയത്ത് അവർക്കത് അത്ര പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഒരു ചെറിയ കാര്യങ്ങൾ പോലും അവിടെ വലിയ വലിയ വിഷയങ്ങളാക്കാനായിട്ടുള്ള ശ്രമമാണ്. എല്ലാവരും കുറേ പേര് അനുമോൾ അവിടെ കുറ്റം പറയുന്നുണ്ട്. പേഴ്സണലി പറയാമായിരുന്നു, കുളിക്കണില്ല എന്ന് പറയാൻ പാടില്ലായിരുന്നു, ഇത് ഭയങ്കര ഒരു പ്രത്യേക ടോപ്പിക്കായിരുന്നു, ഇത് ഇങ്ങനെയൊന്ന് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അവിടെ അടിയുണ്ടാക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പേരെന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാര്യമാണെന്നുണ്ടെങ്കിലും അനുമോൾ അവിടെ മുഖത്ത് നോക്കി പറഞ്ഞതുകൊണ്ട് ഇതിൽ അനുമോളെ കുറ്റം പറയാനായിട്ട് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അനുമോളുടെ ഭാഗത്ത് വേറെ പല തെറ്റുകളുണ്ടായിരിക്കാം, പല കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു വിഷയത്തിൽ അനുമോളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് രേണുസുധിയുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്. വൃത്തിയില്ലായ്മ അത് തന്നെ പറയേണ്ടി വരും. അവിടെ ഏത് ഷാമ്പു ഇട്ടിട്ടായാലും എനിക്ക് ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അത്രേ. അതായത് ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എടുക്കണം അത്രേ. അതുകൊണ്ടാണ് പാൻ വന്നതെന്ന്. ഇത് എവിടെ തന്നെ റൂൾ എന്നാ പറയുന്നത്. അതായത് വൃത്തിയിലുണ്ടായി തല കുളിച്ച് ഷാമ്പു ഒക്കെ കുളിച്ച് വൃത്തിയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത്രയും നന്നായിട്ട് വരുമായിരുന്നു. അത് ചെയ്തില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് എന്ന് പറയുന്ന ടീമിനോടാണ്. ബിഗ് ബോസ് അവിടെ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവർ ഡെയിലി ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് 2 ജോഡി ഡ്രസ്സാണ് ആകെ കൊടുത്തിട്ടുള്ളത്. പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് ലെവൽ കുറയ്ക്കാനുള്ള കാരണമാണ് അവരുടെ മേക്കപ്പ് എന്ന് പറയുന്നത്. അവർക്ക് ആ മേക്കപ്പ് ചെയ്താൽ തന്നെ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. അപ്പോൾ അവരുടെ വൃത്തിക്ക് ഉതകുന്ന തരത്തിലുള്ള ഐറ്റംസ് അവർക്ക് കൊടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അല്ലാതെ അതെല്ലാം പിടിച്ചു വെച്ചുകൊണ്ട് ഇട്ട ഡ്രസ്സ് തന്നെ ഇട്ട് മേക്കപ്പ് ഒന്നും ഇല്ലാതെ നിൽക്കുന്നു, പിന്നെ ഈ വൃത്തിയില്ലായ്മ ഒക്കെ പാടെ കൂടിയാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അവരുടെ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലും വൃത്തിയുടെ കാര്യത്തിലും ബിഗ് ബോസ് ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഇതിനപ്പുറം അവിടെ പലതും സംഭവിച്ചു വരും. ഇനിയിപ്പോ പേനാണെന്നുണ്ടെങ്കിൽ അടുത്തത് ഇനി വരാൻ പോകുന്നത് ചൊറി ചരങ്ങാണോ എന്ന് ചിലപ്പോൾ പറയാനായിട്ട് പറ്റില്ല. വൃത്തി അതുപോലെയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ അതൊരു പകർച്ചവ്യാധിയാണ്. ബിഗ് ബോസ് അടച്ചു പൂട്ടേണ്ടി വരും. അപ്പോൾ അതിന് ശ്രമിക്കാതെ ഉടൻ തന്നെ അവർക്ക് ഹൈജീനിന് വേണ്ട ഡ്രസ്സിങ്ങിനും കാര്യങ്ങളിലും ഒക്കെ വേണ്ട കാര്യങ്ങൾ പ്രത്യേകം ചെയ്തു കൊടുക്കണം എന്നുള്ള ഒരു അപേക്ഷയാണ് എനിക്ക് ബിഗ് ബോസിനോട് ഉന്നയിക്കാനുള്ളത്. ഈ ഒരു അപേക്ഷ സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ പ്രധാനപ്പെട്ട കണ്ടന്റ് ആയിട്ടുള്ള പേൻ, രേണുസുധിയുടെ തലയിലെ പേൻ എന്നുള്ള കണ്ടന്റിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ രേണുസുധിയുടെ ഒപ്പമാണോ അനുമോൾ പറഞ്ഞതാണോ ശരി എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം.